ഹലോ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം പുലർച്ചെ 5 മണി. എല്ലാ സൺഡേയും വൈകിട്ട് ഇറങ്ങിയിരുന്നെങ്കിൽ ഈ സൺഡേ പുലർച്ചയ്ക്ക് തന്നെ ഇറങ്ങി. 5:30 ആയപ്പോൾ ഞങ്ങളുടെ ട്രെയിനും വന്നു. ഞങ്ങൾ എല്ലാവരും കൂടി ചാലക്കുടി പോവാണ്. എൻ്റെ കസിൻ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നുണ്ട്, അവളെ കാണാൻ വേണ്ടിയിട്ട്. അവളെ മാത്രമല്ല, കുഞ്ഞിനെയും. ഇരുന്നിരുന്ന് ബോറടിച്ചപ്പോൾ ഒരു കടലമിഠായി കിട്ടി. പിന്നെ അതിനിടയിൽ ഒരു ചേട്ടൻ വന്ന് പാട്ട് പാടുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരത്തെ ഇരിപ്പിന് ശേഷം ഞങ്ങൾ ചാലക്കുടി എത്തി. എൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കാണിച്ചു തരാം. ഇവരൊക്കെയാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഏട്ടൻ വന്നു. ഞങ്ങളങ്ങനെ കാറിൽ കയറി. പിന്നെ ഇനി കുറച്ച് ചാലക്കുടി കാഴ്ചകളൊക്കെ കണ്ടു. ഞങ്ങൾ നേരെ വീട്ടിലെത്തി. അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്ത് പിന്നെ ഉച്ചയായപ്പോൾ ഫുഡും കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. തൃശ്ശൂർ വരെ വന്നിട്ട് എവിടെയും പോവാതെ എങ്ങനെയാ തിരിച്ച് നാട്ടിലേക്ക് പോവാന്ന് വെച്ചിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കറങ്ങാന്ന് വിചാരിച്ചു. അവിടെ ഞാൻ കണ്ട ഒരു കാഴ്ച, അവിടെ എല്ലാ വീട്ടിലും, മിക്ക വീട്ടിലും എന്നല്ല എല്ലാ വീട്ടിലും ഈ ജാതിക്കയുടെ മരമുണ്ട്. ആ മരമാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊന്നും അങ്ങനെ ഇതെവിടെയും കണ്ടിട്ടില്ല. പിന്നെ കുറേ മുന്നോട്ടേക്ക് പോയപ്പോൾ ഇങ്ങനൊരു സ്ഥലത്തെത്തി. ഫുള്ള് പനയായിരുന്നു ഇവിടെ. ഇതൊരു ഓയിൽ പാം എസ്റ്റേറ്റ് ആയിരുന്നു. അങ്ങനെ കുറച്ച് ദൂരം പോയതിനു ശേഷം ഞങ്ങൾ ഡെസ്റ്റിനേഷനിലെത്തി. തുമ്പൂർ മൊഴി ഗാർഡനിലേക്കാണ് ഞങ്ങൾ പോയത്. അവിടെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ കുരങ്ങന്മാരും ഉണ്ടായിരുന്നു. നല്ല അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി സ്ഥലമായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഞങ്ങൾ അങ്ങനെ ഹാങ്ങിങ് ബ്രിഡ്ജിന്റെ മേലെ കയറി. കുറേ സമയം ഒന്നും അവിടെ നിന്നിട്ടില്ല, തിരക്കുണ്ടായിരുന്നു. കുറച്ച് സമയം അവിടെ നിന്ന് വീഡിയോസ് ഒക്കെ എടുത്തു. ഞാൻ എത്ര ഫോട്ടോസാ വീഡിയോസ് എടുത്തതെന്ന് എനിക്ക് തന്നെ ഐഡിയ ഇല്ല. കാരണം എനിക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ഉറങ്ങിക്കിടന്ന് ആമയെ വരെ വിളിച്ചെഴുന്നേപ്പിച്ച് ഇതൊക്കെ കാണിച്ചു കൊടുത്തു. സൺഡേ ആയതുകൊണ്ട് ചെറിയ തിരക്കുണ്ടായിരുന്നു, വലിയ തിരക്കൊന്നുമില്ല. പിന്നെ അവിടെ ഒരു ബട്ടർഫ്ലൈ ഗാർഡനും ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഒരു ഹാങ്ങിങ് ബ്രിഡ്ജിൽ കയറിയത്. നല്ല രസമുണ്ടായിരുന്നു അതിന്റെ മേലെ കയറിയിട്ട്. പിന്നെ അവിടെ ചിൽഡ്രൻസ് പാർക്ക് ഒക്കെ ഉണ്ടായിരുന്നു. ആമി അവിടെ ഇരുന്ന് കുറേ സമയം ഊഞ്ഞാലൊക്കെ ആടി. കുറേ സമയമൊന്നും അവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, കാരണം വൈകിട്ട് ട്രെയിൻ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് സമയം അവിടെ നിൽക്കാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ അവിടെ നിന്ന് എല്ലാവർക്കും കുറേ ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തു. അതിരപ്പള്ളി പോകാനായിരുന്നു ആദ്യം പ്ലാൻ ഇട്ടത്. പിന്നെ ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ നേരെ അങ്ങോട്ട് പോകാന്ന് വിചാരിച്ചു. ഇനി ഇവിടുന്ന് ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. എന്തായാലും ഇവിടെ വന്നില്ലെങ്കിൽ നഷ്ടമായിരിക്കും. കുറച്ച് സമയം അവിടുത്തെ പാർക്കിൽ തിരിഞ്ഞു കളിച്ചു. പിന്നെ അവിടെ ഒരുപാട് ബട്ടർഫ്ലൈസ് ഉണ്ടായിരുന്നു. അതിനെ നോക്കി നിന്ന് പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് ഹാങ്ങിങ് ബ്രിഡ്ജിലൂടെ കയറി അപ്പുറത്തെ സൈഡിൽ പോയി. അവിടെ എത്തി. പിന്നെ വേറെ അങ്ങോട്ടും പോയില്ല, നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടു. അവിടെ എത്തി ടിക്കറ്റൊക്കെ എടുത്ത് അവിടെ അടുത്തുള്ള കാലിക്കറ്റ് മൈൻഡ് സ്പേസ് പോയി ഫുഡൊക്കെ കഴിച്ച എല്ലാവരും. നല്ല ഫുഡായിരുന്നു. അപ്പവും സ്റ്റൂവും പിന്നെ കൊത്തു പൊറോട്ട അങ്ങനെ എന്തൊക്കെയൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. അങ്ങനെ ഒരു 12:30 ആയപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി ബോധം കെട്ട് കിടന്നുറങ്ങി. അങ്ങനെ ഈ സൺഡേ കഴിഞ്ഞു.